പ്രിയം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ഇന്നലെ നാം സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവർകളെക്കുറിച്ച് അല്പം നാം സംസാരിച്ചിരുന്നു. കാസ്പിയൻ കടലിൻ്റെ തീരം ഇറാനിൻ്റെ തെക്കു ഭാഗത്തായിട്ടാണ് മഹാനുഭാവൻ്റെ ജന്മസ്ഥലം. ജീലാനി, കൈലാനി, ജീലി എന്നൊക്കെ ആ സ്ഥലത്തിന് പറയും. ഗീലാനി എന്നുള്ളതാണ് അതിൻ്റെ കൃത്യമായ ലബത്ത്. അത് അറബിവൽക്കരിച്ച സമയത്ത് ജീലാനി, കൈലാനി എന്നൊക്കെ പറയുന്നതാണ്. ഏതായാലും മഹാനുഭാവൻ അവിടെ 18 വർഷക്കാലം കൃത്യമായും ജീവിക്കുകയാണ്. ശേഷമാണ് ബഗ്ദാദിനെ കരുതിക്കൊണ്ടു പോകുന്നതും കളവ് പറയില്ല എന്നുമ്മ ചൊന്നാരെ കള്ളൻ്റെ കയ്യിൽ പൊന്നു കൊടുത്തവർ എന്ന് പറയുന്ന വലിയ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഈ ഒരു ഇൽമ തേടിക്കൊണ്ടുള്ള ബഗ്ദാദിലേക്കുള്ള യാത്രാമധ്യയാണ് എന്ന് ഗ്രന്ഥങ്ങളിൽ കാണാം. 40 പേരടങ്ങുന്ന വലിയ ഒരു കൊള്ള സംഘം മുഴുവനും അവിടുത്തെ സത്യസന്ധത ഉമ്മയിലൂടെ പകർന്നു കിട്ടിയ ആ ഉമ്മ വലിയ സ്വാലിഹത്തായതുകൊണ്ട് തന്നെ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ എന്ന അവരുടെ ഉമ്മുൽ ഖൈർ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ എന്ന ഉമ്മയുടെ വലിയ ശിക്ഷണം, ആത്മീയപരമായ ശിക്ഷണം കാരണമായി ആ മകനിലൂടെ 40 പേരടങ്ങുന്ന ആളുകൾ നന്നാവുകയാണ്. പിതാവിൻ്റെ ജീവിതവും അതുപോലെ തന്നെ വളരെ ധന്യമാണ്. എല്ലാ അർത്ഥത്തിലും അബൂ സ്വാലിഹ് റളിയല്ലാഹു അൻഹു ആണല്ലോ അവരുടെ പിതാവ്. അവരുടെ ഹസനി സനദും ഹുസൈനി സനദും ഒക്കെ നമ്മൾ ഹുസൈനി നസബയും ഹസനി നസബയും ഒക്കെ നമ്മൾ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ടാവുകയും ചെയ്തിരുന്നു. അപ്പോൾ പറഞ്ഞു വന്നത്, ഉപ്പയും ഉമ്മയും വളരെ നന്നായപ്പോൾ വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ടല്ലോ, വൽബലദു ത്വയ്യിബു യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബിഹി വല്ലദീ ഖബസ ലാ യഖ്റുജു ഇല്ലാ നകിദാ. നല്ല മണ്ണിൽ നിന്നാണ് നല്ല വിളവുണ്ടാകുക. ഉപ്പായും ഉമ്മായും നന്നാണോ മക്കൾ നന്നാകും. അതേസമയം നല്ല ഭൂമിയല്ല, വളരെ മോശമായ ഭൂമിയാണെങ്കിൽ, ഒരു വളവുമില്ലാത്ത ഭൂമിയാണെങ്കിൽ ആ ഭൂമിയിൽ നിന്നും നിങ്ങൾ നല്ല വിളവുകളെ ഒരിക്കലും പ്രതീക്ഷിക്കേണ്ടതില്ല. അതേസമയം നിങ്ങൾക്ക് പായ്ച്ചെടികളാകുന്ന ചില പുല്ലുകൾ മാത്രമേ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഉപ്പായും ഉമ്മായും വളരെ പെർഫെക്റ്റ് ആയിരുന്നു മഹാനാകുന്ന സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവരുടെ ജീവിതത്തിൽ. അത് നമുക്കൊരു മാതൃക കൂടിയാണ് മുഅ്മിനീങ്ങളെ. നമ്മൾ നന്നാകണം, നമ്മൾ പൂർണ്ണമായും മുത്തഇലാകണം. എല്ലാ ഉപദേശവും സ്വീകരിച്ച് നിൽക്കുന്നവരായി നിൽക്കുമ്പോൾ നമ്മൾ ആ നിലക്ക് വഅദ് പറഞ്ഞാൽ ജനങ്ങൾക്ക് വലിയ സ്വീകാര്യതയുണ്ടാകും. നമ്മൾ അത്യാവശ്യമൊക്കെ എല്ലാ ഉടായ്പും നടത്തിയിട്ട് നമ്മൾ മക്കളോട് നല്ല ഉപദേശങ്ങൾ അങ്ങനെ കൊടുത്താൽ ആ ഉപദേശം സിദ്ധിക്കുകയില്ല എന്നുള്ളതാണ്. ആ ഉപദേശം സ്വീകരിക്കാൻ മക്കൾക്ക് തോന്നുകയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് മാതാപിതാക്കൾ ആദ്യം നന്നാകണം. പൂർണ്ണമായും ഹറാമുകളിൽ നിന്ന് മാറി നിന്ന് നല്ല ഒരു ജീവിതം നമ്മൾ അങ്ങനെ നയിക്കണം. അങ്ങനെ നയിക്കുമ്പോൾ നമ്മൾ ഉപദേശിച്ചാൽ, കളവ് പറയരുത് മോനെ, 5 വക്ത് നിസ്കരിക്കണം മോനെ, നോമ്പെടുക്കണം മോനെ, അന്യ സ്ത്രീയുമായി നീ ഒരിക്കലും നിന്റെ കൂട്ടുകെട്ടുണ്ടാക്കരുത് മോനെ എന്നൊക്കെ നമ്മുടെ ജീവിതം അവർക്ക് മുന്നിൽ ക്യാൻവാസ് കൃത്യമായി വരച്ചു തീർത്തതിനു ശേഷം പറഞ്ഞു കൊടുക്കുമ്പോൾ ആ ഉപദേശം വലിയ രൂപത്തിൽ അവരുടെ ജീവിതത്തിൽ അങ്ങനെ പ്രതിഫലിക്കും എന്നുള്ളതാണ്. കാരണം അവരുടെ ഉപ്പ സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ ഉപ്പ ഒരു പഴം കഴിച്ചതിനു പിന്നിൽ ധാരാളം അത് അന്വേഷിച്ചു നടന്ന് അവിടെ പോയി അതിൻ്റെ പ്രായശ്ചിത്തം എന്നോണം വലിയ ജോലികൾ ചെയ്തതൊക്കെ ചരിത്രം കൃത്യമായി നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ മഹാനാകുന്ന ജീലാനി തങ്ങളുടെ ജീവിതത്തിലെ ഒന്നാമത്തെ ഏറ്റവും വലിയ പാഠം, അവിടുത്തെ ഉപ്പയും ഉമ്മയും നന്നായപ്പോൾ അവിടുത്തെ മകനും വലിയ നല്ലവരിൽ പെട്ടു. അപ്പം നമ്മൾ ആദ്യം നന്നായിട്ട് വേണം നമ്മുടെ മക്കളെ നന്നാക്കാൻ നമ്മൾ ദുആ ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ എത്ര ബദരിയത്ത് കഴിച്ചിട്ടോ അല്ലെങ്കിൽ എത്ര തങ്ങൾമാരെടുത്ത് പോയിട്ടോ ഒന്നും അല്ല അതിൻ്റെ ഗുണം. നമ്മൾ പൂർണ്ണമായും ഒന്ന് നന്നായി വരണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മഹാനാകുന്ന സയ്യിദി അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ അങ്ങനെ ബഗ്ദാദിലേക്ക് പോകുന്നുണ്ട്. ബഗ്ദാദിൽ ആ പോകുന്ന സമയം ബഗ്ദാദിൽ എത്തി നിൽക്കുന്ന മഹാനുഭാവൻ്റെ 70 വർഷത്തെ ആ വലിയ ഒരു കാലഘട്ടത്തിൽ 5ഓളം പ്രഗത്ഭരായ ഖലീഫമാർ എല്ലാ അർത്ഥത്തിലും അവിടെ ഭരിച്ചിരുന്നു എന്ന് കിതാബുകളിൽ നമുക്ക് കാണാം. ഒന്ന് അൽ മുസ്തളിഹിർ ബി അംരില്ല എന്നതാണ് ഒരു ഖലീഫ. മറ്റൊരു ഖലീഫ അൽ മുസ്തർഷിദ് ബില്ല, മറ്റൊന്ന് റാഷിദ് ബില്ല, അൽ മുക്തഫീലി അംരില്ല, അൽ മുസ്തൻജിദ് ബില്ല. ഇങ്ങനെ 5 പ്രഗത്ഭരായ ഖുലഫാവുകൾ ഭരിച്ചിരുന്ന കാലമാണ്. നിരന്തരമായ സംഘട്ടനങ്ങൾ സെൽജൂക്കികളുമായി ഈ ഖുലഫാഉൽ അബ്ബാസിയങ്ങളും അവരും വലിയ സംഘട്ടനങ്ങൾ, മൊത്തം ഒരു കലുഷിതമായ ഒരു രാഷ്ട്രീയം ആയിരുന്നു അവിടുത്തെ ജീവിതത്തിൽ ബഗ്ദാദിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്. 2 പ്രത്യേകക്കാരായ ഒരു ടീമിനെ അവിടെ കാണാം. 2 പ്രത്യേകക്കാരായ ടീം. ഒന്ന് വെറും റിച്ചസ്റ്റ് പീപ്പിളാണ്, അവർക്ക് മറ്റൊന്നും ചിന്തയില്ല. അല്ലത്തി തംതലിക്കു സർവത വൽ മാൽ, എല്ലാ സമ്പത്തും പ്രൗഢിയും മുഴുവനും ഉടമപ്പെടുത്തിയ ഒരു ടീം. മറ്റൊരു ടീമാണെങ്കിൽ അവരെ പോലെ ആകാൻ ശ്രമിക്കുന്നവർ. ഈ 2 ടീമിനും നിസ്കാരമോ തോബൈത്തോ ഖുർആനോ ഒന്നുമില്ല. ഒന്നും അല്ലാതെ ദുനിയാവിൻ്റെ സുഖങ്ങൾ അനുഭവിച്ച് പണവുമുള്ളവർ. മറ്റൊരു വിഭാഗം എന്ന് പറഞ്ഞാൽ അവരെ പോലെ ആകാൻ ശ്രമിക്കുന്നവർ. ഇന്നത്തെ നമ്മുടെ രാഷ്ട്രീയ സാഹചര്യവും അങ്ങനെ തന്നെയാണ് എന്നുള്ളതാണ് ഏറെ. അപ്പോൾ എപ്പോഴും ഒരു കലുഷിതമായ സാഹചര്യത്തിലേക്ക്, രാഷ്ട്രീയത്തിലേക്കാണ് ഒരു മുജദ്ദിദ് കടന്നു വരിക. അവരെല്ലാം ഒന്ന് നന്നാക്കി അവർക്കൊക്കെ പുതിയൊരു വഴി വെട്ടിത്തെളിച്ചു കൊടുക്കുന്ന ഒരു വലിയ നവോത്ഥാനവുമായിട്ടാണ് ഷെയ്ഖ് ജീലാനി തങ്ങൾ കടന്നു വരുന്നത്. ഇൻഷാ അല്ലാഹ് ബാക്കി പിന്നീട് പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.